എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എസ്.ടി കിച്ചൺ വേഡിലേക്ക് സ്വാഗതം. ഇന്ന് അരിപ്പൊടി കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ല പഞ്ഞി പോലത്തെ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ കൂട്ടുകാർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ ഉണ്ണിയപ്പം തയ്യാറാക്കാൻ വേണ്ടി ആദ്യം നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം. അതിലേക്ക് 1.5 സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ തേങ്ങ നല്ല പച്ച തേങ്ങ അല്ല എടുത്തിരിക്കുന്നത്, ഉണക്ക തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഉണ്ണിയപ്പത്തിന്. അപ്പോൾ ഞാൻ ഇതിവിടെ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുകയാണ്. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ കൂട്ടുകാരുടെ വീഡിയോയും കാണുന്നുണ്ട്. കുറച്ച് പേരുടെ വീഡിയോയ്ക്ക് മാത്രമേ കമൻറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോയും കണ്ട് ലൈക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകം, ഒരു 3/4 സ്പൂൺ അളവിൽ കറുത്ത എള്ളും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിനെ തീ ഓഫ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് ഞാൻ ഇവിടെ 1.5 കപ്പ് അളവിൽ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ തയ്യാറാക്കി എടുക്കുന്ന അരിപ്പൊടിയാണ്. ആ ഒരു അരിപ്പൊടി ഞാൻ ഇവിടെ 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 കപ്പ് അളവിൽ മൈദ മാവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് എന്ന് വെച്ചാൽ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും, പിന്നെ അടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കര പാനി ചെറു ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ 1/4 കിലോ ശർക്കര ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കുറുക്കിയെടുത്തതാണ്. അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം അതൊന്ന് അലിഞ്ഞ് കിട്ടുന്നത് വരെ ഒന്ന് നമ്മൾ തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് മധുരം ഇത് ആവശ്യത്തിനാണുള്ളത്. മധുരം നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. ഈ ഒരു ശർക്കര കറുത്ത ശർക്കര അല്ല, ഒരു വെള്ള ശർക്കരയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ കളർ കുറവാണ്, പക്ഷെ മധുരം ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ഇത് മിക്സ് ചെയ്ത ശേഷം നമുക്ക് വെള്ളം കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ശർക്കര പാനി മധുരം ഉണ്ടെങ്കിൽ ശർക്കര പാനി ചേർക്കട്ടെ, ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് വറുത്ത് വച്ചിരിക്കുന്ന തേങ്ങ എള്ളും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിത്തിരി കട്ടിയുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ലൂസാക്കി എടുക്കുകയാണ്. അധികം കട്ടിയാവാൻ പാടില്ല, അധികം ലൂസാവാനും പാടില്ല. ആ ഒരു പരുവത്തിൽ വേണം എടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് ഒട്ടും തന്നെ കട്ടകളില്ലാതെ കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ചിലർ ബേക്കിംഗ് സോഡ ചേർക്കും, ഞാൻ ഇവിടെ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിന് വേണം നമുക്ക് മാവ് തയ്യാറാക്കി എടുക്കാം കേട്ടോ. നമ്മൾ സ്പൂണിൽ കോരി ഒഴിക്കുമ്പോൾ നമുക്ക് നല്ലതുപോലെ എണ്ണയിൽ ഒഴിക്കാൻ കണക്കിനാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ണിയപ്പച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചട്ടിയാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഞാൻ അതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ആ ഒരു കുഴി ഒന്ന് നിമന്ന് നിൽക്കാൻ കണക്കിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് മാവ് കോരി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു തവിയിലാണ് മാവ് എടുക്കുന്നത്. അതിനുശേഷം ഇതുപോലെ ഒന്ന് നമുക്ക് കോരി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അധികം നിറയാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ ഒഴിച്ചപ്പോൾ ഇത്തിരി നിറഞ്ഞു പോയി, അതും കുഴപ്പമില്ല കേട്ടോ. ഇത്തിരി വലിയ ഉണ്ണിയപ്പം ആവുന്നേ ഉള്ളൂ. നമ്മളൊരു 3/4 പാകത്തോളം വീത്തുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം മാവെല്ലാം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഉണ്ണിയപ്പമാണ്. നമ്മൾ മാവ് പരുവാവാനോ ഒന്നും വച്ചിരിക്കേണ്ട. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ണിയപ്പമൊക്കെ കഴിക്കാൻ പെട്ടെന്ന് കൊതി തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. അപ്പം ഞാൻ ഇവിടെ മാവെല്ലാം കോരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് വെച്ച് വേണം നമുക്കിതിനെ വേവിച്ചെടുക്കാം. എങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ആ ഒരു ഉള്ളൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടുള്ളൂ. അപ്പം ഞാൻ ഇവിടെ ഒരു സൈഡ് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതൊരു സ്പൂൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ടോപ്പിക്കോ ഉപയോഗിച്ച് നമുക്ക് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചിലത് പതുക്കെ നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി.
അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാം ഒന്ന് നമുക്ക് ഇളക്കിയിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ ഒരു സൈഡും കൂടി നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. നമുക്ക് പെട്ടെന്ന് തീ കൂട്ടി വേവിക്കരുത് കേട്ടോ. നമുക്ക് തീ കുറച്ച് വെച്ച് തന്നെ നമുക്കിതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം കേട്ടോ. ഇതിവിടെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ എണ്ണ എല്ലാം നല്ലതുപോലെ ഊറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന എല്ലാ ഉണ്ണിയപ്പവും ഞാൻ തയ്യാറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നല്ല സ്വാദിഷ്ടമായ നല്ല പഞ്ഞി പോലത്തെ ഉണ്ണിയപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കണം. ഉണ്ണിയപ്പമൊക്കെ കഴിക്കാൻ പെട്ടെന്ന് കൊതി തോന്നിക്കഴിഞ്ഞാൽ അരിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതൊന്ന് നല്ല ചൂടുണ്ട് എങ്കിലും ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ നല്ല അകമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കണം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ST കിച്ചൻ വേഡിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോവല്ലേ.